മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിൽ നിർണായക കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റോയിയുടെ ഡയറിയിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായിട്ടാണ് വിവരം. ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ രീതിയിലുള്ള വിവരങ്ങളാണ് റോയിയുടെ ഡയറിയിൽ നിന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നു എന്നതാണ് ആ ഡയറിയിലെ വാചകങ്ങൾ. വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ട് തുടങ്ങി എന്ന കാര്യങ്ങൾ ഡയറിയിൽ ഉള്ളതായിട്ടാണ് ഒരു വിവരം. പണം നൽകാനുള്ളവരുടെ വിവരങ്ങൾ, കമ്പനിയെ എങ്ങനെ നയിക്കണമെന്നും കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ റോയിയുടെ ആത്മഹത്യയിൽ പരിശോധന ശക്തമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. റോയിക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായോ എന്നും പരിശോധിക്കും. വ്യക്തിപരമായ പ്രശ്നങ്ങളും പരിശോധിക്കും. കുടുംബാംഗങ്ങളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് ജീവനക്കാർ നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യമുള്ളതായിട്ടാണ് കണ്ടെത്തൽ. കമ്പനി ഗ്രൂപ്പ് ഡയറക്ടറുടെയും ജീവനക്കാരും നൽകിയ മൊഴികളിലാണ് വ്യത്യാസമുള്ളത്. റോയി വെള്ളിയാഴ്ച ഓഫീസിൽ എത്തിയ സമയത്തിലും വെടിവെച്ചത് ആരും കേൾക്കാതിരുന്നതിലും SITക്ക് ഒരു സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം മരിച്ച ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു പ്രമുഖ വ്യവസായി എന്ന് വേണം പറയാൻ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിലാണ് ഇപ്പോൾ നിർണായക വിവരങ്ങൾ. ഇന്നലെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. എന്നാൽ ഇപ്പോൾ ഒരു കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഈ മരണത്തിൽ നിർണായക മൊഴികൾ എന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ നിർണായക കണ്ടെത്തലുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. റോയിയുടെ ഡയറി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. റോയിയുടെ ഡയറിയിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായിട്ടാണ് SIT സംഘം പുറത്തുവിട്ടിരിക്കുന്ന വിവരം. ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ രീതിയിലാണ് ഈ വിവരങ്ങൾ എന്നുകൂടി പറയാൻ. കുടുംബത്തിനോട് ക്ഷമ ചോദിക്കുന്നു എന്നതാണ് ആദ്യം അദ്ദേഹം പറഞ്ഞത്. എന്തായാലും കമ്പനി എങ്ങനെ നടത്തണം, ചില വിദേശ സംരംഭങ്ങളിൽ അദ്ദേഹത്തിന് ചില ഇടിവുകൾ പറ്റിയിട്ടുണ്ട് എന്നുകൂടി ആ ഡയറിയിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ട് തുടങ്ങിയെന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ പണം അല്ലെങ്കിൽ സാമ്പത്തികമായ ഇടപാട് നടത്തേണ്ടത് ആരിലേക്കാണ്, പണം കൊടുക്കേണ്ടത് ആരിലേക്കാണ്, എങ്ങനെയാണ് ഇനി ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുകൂടി അദ്ദേഹം ഡയറിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആത്മഹത്യയിൽ പരിശോധന ശക്തമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. റോയിക്ക് സാമ്പത്തികം, ശരിക്കും ഈ പറയുന്നത് പോലെ ഡയറിയിൽ ഉള്ളതുപോലെ റോയി സാമ്പത്തിക വെല്ലുവിളികൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി റോയിക്ക് വിദേശ സംരംഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടി എന്തായാലും അന്വേഷണ സംഘം ഇനി വിശദമായ രീതിയിൽ നോക്കും. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ, റോയിയുടെ ഭാര്യയുടെയും മക്കളുടെയും സഹോദരന്റെയും ജീവനക്കാരുടെ അടക്കം എന്തായാലും വീണ്ടും ഒരു മൊഴിയെടുപ്പ് നടക്കും. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഈ മൊഴിയെടുപ്പും എന്തായാലും നടക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ സംഘത്തിൽ ജീവനക്കാർ നൽകിയ മൊഴിയിൽ ചെറിയൊരു വൈരുദ്ധ്യം എന്തായാലും അന്വേഷണ സംഘത്തിന് അത് കിട്ടിയിട്ടുണ്ട്. കമ്പനി ഗ്രൂപ്പ് ഡയറക്ടറും ജീവനക്കാരും നൽകിയ മൊഴിയിലാണ് ഒരു വ്യത്യാസം കണ്ടെത്തിയിരിക്കുന്നത്, ഒരു വൈരുദ്ധ്യ വ്യത്യാസമുള്ളത് കണ്ടെത്തിയിരിക്കുന്നത്. റോയി വെള്ളിയാഴ്ച ഓഫീസിൽ എത്തിയ സമയത്തും റോയി അമ്മയെ വിളിക്കാനെന്ന് പറഞ്ഞ ക്യാബിനിലേക്ക് കയറിപ്പോയി വെടിവെച്ചതും ഈ വെടിയൊച്ച ആരും കേട്ടില്ല എന്ന് പറയുന്നതിലും SIT സംഘം എന്തായാലും ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട്.